ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? പിന്നല്ലേ, കുറേ ആയിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും കണ്ട് കൊതി കൂടിയ ഒരു ഐറ്റാണേ നമ്മളെ മത്തി പൊരിച്ചത്. അപ്പോൾ അതെങ്ങനെ ഞാൻ ഉണ്ടാക്കിയതെന്ന് കാണാൻ കൂടെ പോകുന്നോട്. ആദ്യം എണ്ണ ചട്ടിയിൽ പാർന്നിട്ട് അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്ത്. അടുപ്പ് കത്തിക്കാതെ കേട്ടോ അത് ചെയ്തത്. എന്നതിൻ്റെ ശേഷം ഒന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം അടുപ്പ് കത്തിച്ചു. എന്നതിൻ്റെ ശേഷം അതൊന്നിങ്ങനെ നന്നായിട്ട് മൂത്തിങ്ങണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ടെടുക്കുകയാണ്. എന്നിട്ട് അതും ഒന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടുണ്ട് മൂത്ത് വരുന്ന സമയത്ത് കുറച്ചധികം ചെറിയ ഉള്ളിയില്ലേ, അത് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്നിങ്ങനെ അങ്ങോട്ട് ആ ഒരു മസാലയും ആ ഉള്ളിയും ഒക്കെ ഇങ്ങനെ മൂത്ത് ആ ഒരു അടിപൊളി സ്മെല്ല് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിണ്ട് മറിച്ചുക. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് പിന്നെ ഒന്നണ്ട് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് എന്താണ് നമ്മൾ ഒരു കുറച്ച് പുളി പിഴിഞ്ഞാണ്ട് വെച്ചിട്ടുണ്ട്, ആ വെള്ളം കണ്ട് പാർന്നു കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് പാർന്നു കൊടുത്ത് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. അടച്ച് വെച്ച് ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ ആ ഒരു താളം അങ്ങനെ വരുമ്പോൾ ആ ഒരു നല്ല കുത്തണ സ്മെല്ലിൽ ആ സമയത്ത് തുറന്നുകാണ്ട് നമ്മളെ മുറിച്ച് വൃത്തിയാക്കി വരിഞ്ഞ് വെച്ച മത്തിക്കുട്ടന്മാരങ്ങോട്ട് നിരത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുതേ. അപ്പോൾ നമ്മുടെ മത്തി ഇതാ അവിടെ ഏകദേശം ഒരു ഭാഗമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മളെ ഈ പുളിവെള്ളം ഇതിൽ കിടന്ന് വറ്റി വരണം. പിന്നെ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി കരിവേപ്പിൻ്റെ അല്ലാണ്ട് വെതറിട്ട് കൊടുത്ത് ഇതാ മീൻ വറ്റിച്ച് പൊരിച്ച ആ ഒരു ഫീല് ഇത് കൂട്ടിയിട്ടുണ്ടല്ലോ, ചോറ് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. വേറെ കറിയൊന്നും വേണ്ട.